ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പെൻഡ്രേ ഫാമിലാണ്. ഒറ്റാക്കി എന്ന സ്ഥലത്താണ് ഈ പെൻഡ്രേ ഫാം ഉള്ളത്. നമ്മളിവിടെ വന്നത് സ്ട്രോബെറീസ് ആൻഡ് പ്ലം പിക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് സ്ട്രോബെറി പിക്കിംഗ് ആണ്. ഇതുപോലെയുള്ള ഒത്തിരി ഏരിയാസ് ഇവിടെയുണ്ട്. ഈ ഫാമിൽ മെയിനായിട്ട് കൾട്ടിവേറ്റ് ചെയ്യുന്നത് സ്ട്രോബെറീസ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള സ്ട്രോബെറീസ് നമുക്ക് പറിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ഫാമിൽ പോയിട്ട് ബില്ല് ചെയ്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. നമ്മൾ സ്ട്രോബെറീസ് പറിച്ചതിന് ശേഷം ഇപ്പോൾ പ്ലം പിക്കിങ്ങിനാണ് പോകുന്നത്. നടന്നെത്തിയത് പ്ലംസ് പിക്ക് ചെയ്യുന്ന സ്ഥലത്താണ്. സ്ട്രോബെറി ഞാൻ കഴിഞ്ഞ തവണ പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് പ്ലംസ് പിക്ക് ചെയ്യാൻ വരുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ടാണ് പ്ലംസ്. ആ പ്ലംസ് ഇങ്ങനെ കൊലയായി ഉണ്ടായി നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിന് ഒത്തിരി സന്തോഷം തോന്നി. പിക്കിങ്ങിന് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് വെബ്സൈറ്റിൽ നോക്കി അവർ പറയുന്ന ഡേറ്റിന് തന്നെ വരണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള ഫ്രൂട്ട്സ് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ വെബ്സൈറ്റിൽ നോക്കിയപ്പോൾ ഞങ്ങൾ അങ്ങ് പോയ ദിവസം പ്ലംസ് ആൻഡ് സ്ട്രോബെറീസ് പിക്കിംഗ് എന്നാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒത്തിരി നല്ല സ്ട്രോബെറീസും ഒത്തിരി നല്ല പ്ലംസും കിട്ടി. ഇങ്ങനെ ഒത്തിരി പഴുത്ത പ്ലംസ് ഒത്തിരി സോഫ്റ്റായിരിക്കും. അത് നമ്മൾ പൊട്ടിക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്രൂട്ടി സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും പ്ലംസ് ഒത്തിരി ഇഷ്ടമുള്ളവർക്ക് ഒത്തിരി സന്തോഷം കിട്ടുന്ന ഒരു പ്രോസസ്സാണ് ഈ പ്ലംസ് പിക്കിങ്. അടുത്തത് ലെമനാണ്. ലെമൺ പക്ഷേ ഒത്തിരി എന്താ പറയുക, കൾട്ടിവേഷൻ ഏകദേശം കഴിഞ്ഞു. പക്ഷേ ഒത്തിരി പിക്കിങ് നടന്നു കഴിഞ്ഞായിരുന്നു, കാരണം അത്രയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി നേരെടുത്ത് ചൂസ് ചെയ്തിട്ടാണ് കുറച്ച് നല്ല ലെമൺ നമുക്ക് കിട്ടിയത്. ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. നമ്മൾ 3-4 ഫാമിലീസ് ഒന്നിച്ചാണ് പിക്കിങ്ങിന് പോയത്. ഇത് പിക്കിങ് കഴിഞ്ഞിട്ട് നമുക്കെല്ലാം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഒരു എന്താ പറയുക അതിനെ, ഒരു വെഹിക്കിളല്ല, ഒരു ട്രോളി, അതിന് വീലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി സ്മൂത്തായിട്ട് നമുക്ക് ഇതെല്ലാം തള്ളി ബില്ലിംഗ് സെക്ഷനിലേക്ക് കൊണ്ടുപോകാം. അങ്ങനെ ബില്ലിംഗ് സെക്ഷനിൽ വെച്ചിട്ട് നമ്മൾ ആ ബോക്സിലുള്ളതെല്ലാം അവരുടെ ഇട്ട് തന്നു. അതിനുശേഷം ഒരു നീണ്ട ക്യൂ ആയിരുന്നു. നമുക്ക് ഈ ഫാമിൽ നിന്ന് റിയൽ ഫ്രൂട്ടി ഐസ്ക്രീം കിട്ടും. പ്രത്യേകിച്ച് സ്ട്രോബെറി ഐസ്ക്രീമാണ് അന്നത്തെ ദിവസം അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്. ഒത്തിരി നല്ല ഐസ്ക്രീമാണ്. ബിക്കോസ് ആ ഐസ്ക്രീമിലെ ഓരോ ബൈറ്റിലും നമുക്ക് റിയൽ സ്ട്രോബെറിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട്. അതുകൊണ്ട് ഞാനും ചേട്ടനും ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. കാരണം ഒരു ഐസ്ക്രീം മൊത്തം തിന്ന് തീർക്കുക എന്ന് പറയണത് ഇത്തിരി പാടുള്ള കാര്യമാണ്. അതിനുശേഷം ഞങ്ങൾ ബ്ലൂബെറീസ് പറിക്കാനായിട്ട് അതിനടുത്ത് തന്നെയുള്ള ഒരു 50 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ള ഒരു ഫാമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഫാമിലേക്ക് പോകുന്നതിൻ്റെ ഇടയിലുള്ള കുറച്ച് കാഴ്ചകളാണ്. പ്ലംസ് പോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ബ്ലൂബെറീസ് പിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഫാമിലെത്തി. ഈ ബ്ലൂബെറി ഫാം ഒരു കൊച്ചു ഫാമാണ്. ഞങ്ങളാണ് അവസാനം എത്തിയത്. അവരെല്ലാം എത്തി പിക്കിങ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. അവർ നമുക്ക് എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു ബക്കറ്റ് തരും, ബ്ലൂബെറീസ് നമുക്ക് പറിക്കാനുള്ള. അതിനുശേഷം അവിടെ പോയി ബില്ല് ചെയ്യുമ്പോൾ നമുക്കൊരു ബോക്സിലാക്കി തരും. നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ബ്ലൂബെറി പിക്കിങ്. ഇത് കുഞ്ഞനാണെങ്കിലും ഒത്തിരി ബെനിഫിറ്റുള്ള ഒരു ഫ്രൂട്ടാണ്. ആദ്യമായി തന്നെ ഇതിന് ലോ കാലറിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് നല്ല ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. പിന്നെ ആൻറ്റി ഡയബറ്റിക് ഇഫക്റ്റ് ഉണ്ട്. ഇപ്പോൾ ഡയബറ്റിക് പേഷ്യൻസിന് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ്. ഇത് ലോവർ ബ്ലഡ് ഷുഗർ ആൻഡ് കൊളസ്ട്രോൾ ലോവർ ചെയ്യും. അതിനപ്പുറം തന്നെ ഒരു ടാംപോളിൻ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളെല്ലാം ജമ്പ് ചെയ്ത് അവിടെ എൻജോയ് ചെയ്യായിരുന്നു ഞങ്ങൾ ബ്ലൂബെറീസ് പിക്ക് ചെയ്യുമ്പോൾ. അതിനുശേഷം ഞങ്ങൾ
പുറത്ത് കിടന്നു. ബില്ലിങ് കഴിഞ്ഞ് അവർ വളർത്തുന്ന 2 താറാവാണിത്. അപ്പോൾ ഒരു 2 മണിയായിരുന്നു. എല്ലാവർക്കും വിശന്ന് തുടങ്ങി. ഞങ്ങൾ കുറച്ച് മുട്ടയും ബ്രെഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ തന്നെ സ്റ്റൗ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കത് പാചകം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ലെവിൻ അഡ്വഞ്ചർ പാർക്കിലാണ് പോയത്. അവിടെ എത്തിയപ്പോൾ തന്നെ കുട്ടികൾ ഹാപ്പിയായി. വലിയൊരു പാർക്കാണ്. അതുപോലെ തന്നെ ഒത്തിരി റൈഡ്സ് ഉള്ള ഒരു പാർക്കാണ് ലെവിൻ. നമുക്കിവിടെ കുക്കിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഡൈനിങ് ഏരിയ ഉണ്ട്. പക്ഷേ നമ്മൾ ഓപ്പൺ എയറാണ് തിരഞ്ഞെടുത്തത്. കാരണം കുട്ടികൾ കളിക്കുന്നത് നമുക്ക് കാണുകയും ചെയ്യാം, അവരെ ഒബ്സർവ് ചെയ്യുകയും ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കുക്കിംഗ് പരിപാടിയും നടക്കും. സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത്. മുട്ടയും ബ്രെഡും പിന്നെ അതിലേക്ക് വേണ്ട സബോള അതെല്ലാം നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കി കൊണ്ടുവന്നിരുന്നു. അതുകൊണ്ട് തന്നെ എളുപ്പമായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിച്ച് നമ്മൾ ലെവിൻ പാർക്കിനോട് വിട പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് അവസാനിച്ചു.